Welcome to Garam Masala, the magic spices of cooking. വാനില ഐസ്ക്രീം. ഇന്ന് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സ്വാദിഷ്ടമായ വാനില ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്യണം. ഈ വിപ്പിംഗ് ക്രീം ഇരട്ടിയായി വരണം. ഇനി നമുക്കിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിതിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. 2 മുതൽ 4 മണിക്കൂർ വരെ നമുക്കിതിനെ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം വേണം ഫ്രീസറിൽ വെക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് രൂപപ്പെടും. നമ്മുടെ ഐസ്ക്രീം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതിനെ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ്, പിസ്താഷ്യൂ ഇവ ഉപയോഗിച്ച് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് വാനില ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.